അസ്സലാമലൈക്കും. മൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ 10 നോൻപ് കഴിഞ്ഞു കേട്ടോ. എല്ലാവരും റാഹത്തായി ഒക്കെ നോമ്പ് നോറ്റു എന്ന് കരുതല് നമുക്കും റാഹത്ത് തന്നെയാണ് കേട്ടോ ഈ 10 നോൻപും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ റെഡിയാണ് കേട്ടോ. അപ്പം അങ്ങനെ രാവിലത്തെയും പെലച്ചക്കത്തെയൊന്നും വീഡിയോസൊന്നും ഇല്ല. കാരണം നമുക്ക് എന്നും ഈ ചോറും കൂട്ടാനൊക്കെ വെക്കണ തന്നെയാണ്. പുതിയ പുതിയ കണ്ടൻറ്റുകളൊന്നും നമുക്കില്ല. നമ്മളെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു കണ്ടൻറ്റൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ചോറും കൂട്ടാനും വെക്കണത് തന്നെ, അതൊന്നും ഇല്ല. അപ്പം വീഡിയോ ഒന്ന് കുറച്ച് നേരം ഒന്ന് കണ്ടു നോക്കുക. ഒരു 5 മിനിറ്റൊക്കെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ വിചാരിച്ചു ഇന്ന് ചായക്ക് കടി പത്തിരി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഒരു 2 മണി 3 മണിയൊക്കെ അങ്ങോട്ട് ആകുമ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു ക്ഷീണോ എന്തൊക്കെയോ മാരിയേക്കാരം കേട്ടോ. അപ്പോൾ പിന്നെ പത്തിരിയൊക്കെ ചുടേണ്ട പൂതി തന്നെ മാറും കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ എന്താട്ടി അപ്പോൾ ഇന്നിപ്പോൾ ഇനി പത്തിരി ഉണ്ടാക്കാനാവില്ല വിചാരിച്ചു. അപ്പോൾ നേരം വെളുത്തപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിന് കേട്ടോ പത്തിരിയും കുറച്ച് കോഴിയുണ്ട്. അപ്പോൾ അതിട്ട് ചാറൊക്കെ വെക്കാമെന്നൊക്കെ മനസ്സിലുണ്ടായി. ഒരു 3-3:30 ആയപ്പോൾ നിങ്ങളോട് പറയണമെങ്കിൽ വല്ലാത്തൊരു ക്ഷീണവും കുഴക്കോ എന്തൊക്കെയോ ഒരു പൊറുതിയേടൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചോറ് തന്നെയാണ് വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ചോറ് എന്നാൽ നമ്മളെ തക്കാളി ചോറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വല്ലുള്ളി, തക്കാളി ഒക്കെ അങ്ങോട്ട് മിക്സിയിലിട്ട് കാണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറ് വെക്കുന്നത് നമ്മളെ റേഷൻ കടയിലെ അരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ചോറ് നമ്മളെ മക്കൾക്ക് നല്ല തൃപ്തിയാണ്. അത് എല്ലാ വീഡിയോസിലും ഞാൻ പറയലുണ്ട് കേട്ടോ. പിന്നെ നമ്മളുണ്ടാക്കണ എന്തൊരു സാധനം മക്കൾക്ക് തൃപ്തി ഇല്ല അതെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ. ജെന്നെ പറയാം ഞാൻ തന്നെ ഉണ്ടാക്കുക ജെന്നെ പറയാമെന്നൊക്കെ. പക്ഷേങ്കിൽ ഈ ചോറ് രസമാണ് കേട്ടോ വെച്ചാൽ. ഇത് കുറച്ച് തക്കാളി വെള്ളം കൂടി വേണമെന്നെങ്കിൽ മക്കൾക്ക് തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഞാൻ തക്കാളി വെള്ളം ഒന്നും ഉണ്ടാക്കണില്ല, കോഴി ഒരു തുള്ളി വെള്ളത്തിൽ വറ്റിച്ചണം എന്നാണ് വിചാരിച്ചിരിക്കണത്. അപ്പോൾ കുക്കറൊക്കെ തീമിട്ട് ഏലക്കായും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അരച്ച് വെച്ചതുണ്ടല്ലോ അതും കൂടി ആയിക്കാണ്ട് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ചാറ് വെക്കാനും ഉള്ളത് ഞാൻ ബാക്കിയിൽ വെച്ചിക്കണേ. പിന്നെ ചോറ്റക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അതങ്ങനെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മൻഷൂസ് വേൾഡിൻ്റെ ഫാമിലിക്ക് ഒരുപാട് ആൾക്കാർ വന്നിക്കണേ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും. പിന്നെ ലേശം മുളകും പൊടി ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയല്ല കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ വെള്ളം പാർന്ന് കൊടുത്തു. അരിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ആ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താട്ടണം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുക്കറൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഒരൊറ്റ വിസിൽ വന്നാൽ നമുക്ക് ഓഫാക്കി വെക്കട്ടോ. ചോറൊക്കെ നല്ല സൂപ്പറായി നിൽക്കും. പിന്നെ കുറച്ച് തൈരുണ്ട് അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വല്ലുള്ളിയും നമ്മളെ പച്ചമുളകും ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ തൈരും പാടെ പാർന്നിക്കണം കേട്ടോ. പിന്നെ ഇതാക്കണ ചാറ് വെക്കാനും വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ടേക്ക് ആദ്യം കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ അരച്ച് വെച്ചിരുന്നതുണ്ടായിരുന്നല്ലോ ചോറ്റ് കിട്ടീൻ്റെ ബാക്കി. അപ്പോൾ പിന്നെ അതും പാടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മുളകും പൊടി കണ്ടില്ല നല്ലൊരു കളർ വന്നിരിക്കണം കേട്ടോ. ബാക്കിയുള്ള സാധനം കൊണ്ട് ചേർക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ഉപ്പ് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ച മണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഇതാക്കണേ. നമ്മളെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ചാറ് ഉണ്ടാക്കാത്തത് റെഡി ആയിട്ടോ മസാലയൊക്കെ. പിന്നെ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ലാസ്റ്റ് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്താൽ മസാല റെഡി. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ കോഴിയൊക്കെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിക്കണേ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒറ്റിച്ച് കൊടുത്തേക്കണം കേട്ടോ. തീരെ വെള്ളം ഇല്ലാഞ്ഞാലും പറ്റൂലല്ലോ ചോറ്റക്ക്. അപ്പോൾ അതൊന്നിങ്ങനെ തിളച്ച് വന്നപ്പോൾ
ഞാൻ എന്താട്ടിന്നറിയോ, നമ്മൾ കേകി വെച്ച കോഴിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് നമ്മളെ ചോറൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വന്നിക്കണം കേട്ടോ. നല്ല തക്കാളി ചോറ്, നല്ല കോഴി കടായി മയക്കി വെക്കണം കേട്ടോ. തുള്ളി വെള്ളത്തിലാട്ട വെക്കണത്. പിന്നെ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ചെമ്പട്ടിക്ക് ആക്കി കൊടുത്തു. പിന്നെ ഞാൻ ഇതാക്കണേ, നമ്മളെ കോഴി ഇതാക്കണേ ചട്ടി കടന്ന് അങ്ങനെ വളവളവളവളാ പറഞ്ഞുകാണ്ട് അങ്ങനെ തിളക്കണുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതാക്കണേ, നമ്മളെ സിങ്ക് നിറച്ചും പാത്രങ്ങളാണ് മോറാൻ. പിന്നെ ഞാൻ അതൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കട്ട്ലേറ്റാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടല്ലോ ഇന്നലെ റവിയിൽ മുക്കി ഉണ്ടാക്കിയിട്ട് ഓർക്ക് വലിയ തൃപ്തി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയും കൂടി ഉണ്ട്, അത് വെച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ റവ ഇട്ട് കാണണമെന്നല്ല കേട്ടോ, മക്കൾക്ക് പറ്റൂലെങ്കിൽ പിന്നെ നമ്മൾ അതന്നെ ഉണ്ടാക്കിയിട്ട് കാര്യമല്ലല്ലോ. അങ്ങനെ ഇതാക്കണ ഒരുപാട് പാത്രമുണ്ട് മോറാൻ. ഇച്ചറിയില്ല മക്കളെ ഇതെവിടെ നിന്നാണ് പൊട്ടി മുളക്കണേന്നില്ലത്. ഒരുപാട് പാത്രമുണ്ട് കേട്ടോ. ഞാൻ പറയും നോൽമ്പിന് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാത്രം കഴുകാണ്ടാവും? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ. അപ്പോൾ ചട്ടിക്കൊന്ന് മോറിയെടുക്കുകയാണ്. അപ്പം ചട്ടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ചുമന്ന കളർ പോലെ ഗ്യാസ് ഇങ്ങനെ കത്തിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ കമ്പിച്ചണ്ടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മോറി വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ ആദ്യം ഉരച്ച് വെച്ചു. പിന്നെ ലാസ്റ്റാണ് കേട്ടോ നമ്മളിങ്ങനെ മോറിയെടുക്കൽ. അപ്പോൾ നോൻപനായാൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇച്ചറിയില്ല എവിടെ നിന്നാണ് ഈ പാത്രങ്ങളൊക്കെ പാടങ്ങോട്ട് വരുന്നതെന്നില്ല. തന്നെയാളെ ഒന്നാണ്ട് എടുക്കും, അത് സിങ്ക് കൊണ്ടിടും, പിന്നീടും അങ്ങനെ കൂടിയതേക്കാരല്ല. അപ്പോൾ എന്താ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ മോറി വെച്ച് കഴിഞ്ഞ് നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചു, പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാക്കണേ, ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ ഉണ്ടാക്കിയ കട്ട്ലേറ്റിൻ്റെ മസാല കുറച്ച് ബാക്കി ഉണ്ടായിന്. അപ്പോൾ ഇന്ന് ഞാൻ എന്താട്ടിന്നറിയാം, ഞാൻ ഇതിൽ മുക്കണില്ല കേട്ടോ, റവിയിൽ മുക്കണില്ല. പിന്നെ കുറച്ച് വെള്ളം കലക്കാനും വേണ്ടി കുറച്ച് പാലുണ്ടായിന്, അത് ഇതാക്കി. പിന്നെ നമ്മളെ കട്ട്ലേറ്റ് ഉണ്ടല്ലോ, ഞാൻ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് മൈദൻ്റെ മാവിൽ മാത്രം മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കാൻ കേട്ടോ. റസ്കും പൊടിയിലോ ഒന്നിനും പൊതിഞ്ഞെടുക്കണില്ല, പോട്ട് ചെയ്യണില്ല, കിട്ടണില്ല പറയാൻ. അപ്പോൾ ഞാൻ അതും കൂടിയൊക്കെ ഒന്ന് മുക്കി പൊരിച്ച് നമുക്ക് നല്ല സെറ്റാക്കി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ. അപ്പം ബ്രെഡോ അല്ലെങ്കിൽ റസ്കും പൊടിയോ ഒന്നും വേണ്ട, ഇങ്ങനെ ഇട്ടാലും പൊരി. കണ്ടില്ലേ, മനസ്സിലായില്ലേ? പിന്നെ നമ്മളെ പാലൊക്കെ ഞാൻ മിക്സീൻ്റെ ജാറിൽ പാർന്നു. പിന്നെ കുറച്ച് നമ്മളെ വെള്ളം കലക്കണ ടാങ്ക് പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു, ഒരു കണ്ടം. പിന്നെ നമ്മൾ ഐസും കട ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചു പതപ്പിച്ചെടുത്ത് നമ്മളെ ജഗ്ഗൊക്കെ പാർന്നിക്കണം കേട്ടോ. പിന്നെ ആ ജഗ്ഗ് ഒന്ന് ജഗ്ഗല്ല മിക്സിയും കൂടി ഒന്ന് ചുഴറ്റി പാർന്ന് നമ്മൾ ജഗ്ഗ് നിറച്ച് വെള്ളമാക്കിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണ് വീണ്ടും പാത്രം കഴുകാൻ. ഇതൊക്കെ പിന്നെ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് പച്ചമ്പരാൻ തന്നെ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.